നിലമ്പൂർ MLA PV അൻവർ നിയമസഭാ അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. ഇന്ന് രാവിലെ സ്പീക്കർ AN ഷംസീറിനെ നേരിൽ കണ്ടാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. രാജിക്ക് പിന്നാലെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധേയമാണ്. രാജിവെക്കുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല കൽക്കട്ടയിലേക്ക് പോയത്. കൽക്കട്ടയിൽ പോവുകയും പാർട്ടിയുടെ ലീഡർഷിപ്പുമായി സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രീതി എന്ന് സ്നേഹപൂർവ്വം ഇന്ത്യയിലെ ജനങ്ങൾ വിളിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രിയോട് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഞാൻ വിശദീകരിച്ചൊരു കാര്യം, നമ്മുടെ നാട് നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം വന്യജീവി ആക്രമണമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നും കേരളത്തിലെ 70% ഫോറസ്റ്റ് ആണെന്നും ആ 70%-ൽ ഏകദേശം 30-35% വെസ്റ്റേൺ ഫോറസ്റ്റ് ആണെന്നും ഈ രീതിയിൽ മനുഷ്യർ കൊല ചെയ്യപ്പെടുകയാണെന്നും അതുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ ഒരു നിലപാട് രാജ്യത്തിന്റെ പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിച്ചു. പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ വിഷയം അവരുന്നയിക്കും. ബഹുമാനപ്പെട്ട പാർട്ടി AICC നേതാവായ രാഹുൽ ഗാന്ധിയുമായി ഇന്ത്യ മുന്നണി നേതാക്കളുമായും ഈ വിഷയം അവർ ഡിസ്കസ് ചെയ്യും. ഇന്ത്യ മുന്നണി ഏകകണ്ഠമായി ഈ വിഷയത്തെ പാർലമെന്റിൽ ഉന്നയിക്കുകയും 1972 ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി അതിനെ കൺട്രോൾ ചെയ്യത്തക്ക രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും കൃത്യമായ അതിനൊരു പ്ലാൻ ഉണ്ടാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ അവർ തയ്യാറാണ് എന്ന് എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മലയോര കർഷകരുടെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ അറിയുന്ന പ്രധാനപ്പെട്ട 3-4 ബിഷപ്പുമാർ, അപ്പൊ അവരൊക്കെ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ വേണോ, അതല്ലാതെ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ അതിന്റെ കാര്യങ്ങൾ പരിപൂർണമായും വിശദീകരിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി പാർലമെന്റിൽ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇത്രയും ധൈര്യത്തിൽ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആവശ്യം അതാണെങ്കിൽ നിങ്ങളുടെ മനസാക്ഷിക്ക് വിടുകയാണ്, നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് തന്റെ MLA പദവി രാജിവെച്ചത്. ഇന്നലെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി അൻവർ കൊൽക്കത്തയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂറുമാറ്റ നിരോധന നിയമം കണക്കിലെടുത്താണ് മുൻകരുതലായി ഈ രാജിയെന്നും സൂചനയുണ്ട്. തൃണമൂലിൽ ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ചിട്ടില്ലെന്ന് അൻവർ വ്യക്തമാക്കിയെങ്കിലും പാർട്ടിയിൽ അംഗമായത് തൃണമൂൽ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കം ഉടൻ ഉണ്ടാകുമെന്നും സൂചനകൾ ശക്തമായിരുന്നു. പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് അൻവർ രാജിവെച്ചതെന്ന് അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. തൃണമൂലിന്റെ സംസ്ഥാന പ്രതിനിധിയായി പ്രവർത്തിക്കാൻ മമത നിർദ്ദേശം നൽകിയതായും ഉപതെരഞ്ഞെടുപ്പ് വഴി പാർട്ടിയെ സംസ്ഥാനത്തിൽ കൂടുതൽ സജീവമാക്കാനുള്ള നീക്കമാണിതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും അൻവർ തന്നെ മത്സരിക്കുകയും ചെയ്താൽ UDF-നും LDF-നും വലിയ വെല്ലുവിളിയാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. 1.5 വർഷത്തോളം കാലാവധി ശേഷിക്കെ രാജി വരുന്നത് രാഷ്ട്രീയമായ വലിയ ചർച്ചയ്ക്കിടവരുത്തും. തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് നാടും രാഷ്ട്രീയ വേദികളും ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.